കായംകുളം നഗരസഭ 35-ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ പ്രതിഭകൾക്കായി ഏർപ്പെടുത്തിയ മെറിറ്റ് അവാർഡ് വിതരണവും 200 കുടുംബങ്ങൾക്കുള്ള പച്ചക്കറി കിറ്റ് വിതരണവും നടന്നു. പുതിയിടം ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങ് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സോമൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക സമൃദ്ധിയുടെ സന്തോഷത്തിൽ ജനങ്ങളാകെ ഓണം ആഘോഷിക്കുന്ന ഒരു പഴമയുടെ കാലമുണ്ടായിരുന്നു. മാവേലിയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് ആ സമൃദ്ധിയെ നമ്മൾ വരവേറ്റത്. ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തിൽ എല്ലാവരും പങ്കാളിയാവുകയാണ്. എല്ലാവരും. എൻ്റെ വീട്ടിൽ തിരുവോണത്തിന് പായസം വയ്ക്കുന്നത് ഇലയിൽ വിളമ്പിക്കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ സിയാദിൻ്റെ വീട്ടിൽ കൊടുക്കും. സിയാദിൻ്റെ വീട്ടിൽ ആ പായസം പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ഇതിൽ മതവും ജാതിയൊന്നുമില്ല, എല്ലാവരും ചേർന്നാണ് ഓണം. പക്ഷെ പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു തനിമയും മഹിമയും ഓണാഘോഷത്തിൽ എവിടെയോ ചോർന്നു പോയിട്ടുണ്ടോ എന്ന് നമ്മുടെ പുതിയ തലമുറ ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണിത്. കൗൺസിലർ പുളിയറ വേണുഗോപാൽ ഏർപ്പെടുത്തിയ മെറിറ്റ് അവാർഡുകൾ SSLC, +2, വിവിധ ഉന്നത കോഴ്സുകൾ എന്നിവയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ വിതരണം ചെയ്തു. വികസന സമിതി അധ്യക്ഷൻ S. ദേവരാജൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് കുടുംബങ്ങൾക്കുള്ള പച്ചക്കറി കിറ്റുകളുടെ വിതരണം ഗ്ലോബൽ പ്രവാസി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രേംസൻ കായംകുളം, ബി.ജെ.പി. കായംകുളം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് R. വിനോദ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ചടങ്ങിൽ പുളിയറ വേണുഗോപാൽ, KN ജയറാം, നവാസ് പെരുമ്പളത്ത്, G. ജയകൃഷ്ണൻ, മരുതനാട്ട്, അനീഷ് ഗോപിനാഥ്, അനിൽ K തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.